അപ്പോൾ അങ്ങനെ ചോദിക്കാൻ വരുമ്പോൾ ഒത്തിരി പേര് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പ്ലാൻ ചെയ്യുന്ന കാര്യമാണ്, നമ്മുടെ ഇന്ത്യയിൽ PSC എക്സാംസും UPSC അല്ലെങ്കിൽ മറ്റു ഗവൺമെൻറ് ടെസ്റ്റുകൾ എഴുതി ജോലിക്ക് കയറാന്നുള്ള പരിപാടികൾ. സോ അങ്ങനെയുള്ള ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ആപ്റ്റ് ആയിരിക്കുമല്ലോ. ഡെഫിനറ്റ്ലി ഇതിപ്പം UPSC പരീക്ഷ ആയിക്കോട്ടെ, IAS എക്സാം ആയിക്കോട്ടെ, PSC ടെസ്റ്റുകളായിക്കോട്ടെ, എല്ലാത്തിനും ഇത് വാലിഡാണ്. ഞാനിപ്പോൾ പറയട്ടെ, നമ്മുടെ ശ്രീ പ്രധാനമന്ത്രി മോദിജി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ എഡ്യൂക്കേഷനും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോ ഇനി അല്ല റെഗുലർ എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഒരേ തുല്യമായിട്ടുള്ള വാല്യൂ ആണ്. അത് ഓൾറെഡി വലിയ വലിയ പത്രവാർത്തകൾ വന്നിരുന്നു കഴിഞ്ഞ 2022 ഓൾറെഡി നമ്മുടെ സെൻട്രൽ എഡ്യൂക്കേഷൻ മിനിസ്ട്രി തന്നെ അതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു മേഖലയിൽ കുട്ടികൾ പഠിച്ചു പോകുന്നത് നല്ലതാണ്. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, പൈസ ഇല്ലാത്ത അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളവർക്ക് വരെ ഇന്ന് പഠനം സാധ്യമാണ്. അതെന്തുകൊണ്ടാണ്? ഓൺലൈൻ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും ഉള്ളത് കൊണ്ടാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇത് അടിസ്ഥാനപരമായി നമ്മളാരും മറ്റെല്ലാം പറയുന്നത് ബുക്ക് തുറന്ന് വെച്ച് വായിച്ച് പഠിച്ചെഴുതുന്നതല്ല. കറക്റ്റായിട്ട് ഒരു ലെക്ചറർ വന്ന് ഓൺലൈനായിട്ട് അവർക്ക് ക്ലാസ്സുകൾ കൊടുത്ത് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ കിട്ടി അവർ കൃത്യമായി ഒരു കുട്ടി ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്നത് പോലെ തന്നെ പഠിക്കുന്നു. പക്ഷേ അതിൻ്റെ കൂടെ അവർ അവരുടെ ബേസിക് ആയിട്ടുള്ള അവരുടെ കരിയറും ബിൽഡ് ചെയ്ത് പോകുന്നു. ഒരു ജോലിയുള്ള ഒരാളാണ്, ജോലി ഉണ്ടാവുക. ഇനി ഒരു കുഞ്ഞിനെ കൊണ്ട് മുന്നോട്ട് സ്കൂൾ പഠിക്കാൻ പറ്റാത്ത, കോളേജിൽ പോയി പഠിക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയായിരിക്കാം ഇത് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേഷൻ സാധ്യമാണ്. എഡ്യൂക്കേഷൻ വേണ്ടവരാരും ചില പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഓൺലൈൻ എഡ്യൂക്കേഷനും റെഗുലർ എഡ്യൂക്കേഷനെയും ഒരേപോലെ ഒരേ വാല്യുവേഷനിലേക്ക് നമ്മുടെ സർക്കാരുകൾ എത്തിച്ചത്. ഓക്കെ, ഓൺലൈൻ എഡ്യൂക്കേഷൻ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇത് അഡോപ്റ്റ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ വീട്ടിലെ സിറ്റുവേഷൻ കാരണം, വീട്ടിൽ അവരുടെ അച്ഛനമ്മയ്ക്കൊക്കെ പഠിപ്പിക്കാൻ പറ്റാതെ വരുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ചിലർ ലോൺ എടുക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ അതിനുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാത്തവർ ആ ഒരു കാരണം കൊണ്ട് ഒത്തിരി പേര് പഠിക്കാതെ, പഠനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. സോ അവർ ഉടനെ തന്നെ ജോലിക്ക് കയറാം, +2 ഒക്കെ കഴിയുമ്പോൾ തന്നെ ജോലിക്ക് കയറാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കോഴ്സൊക്കെ പഠിച്ചിട്ട് ജോലിക്ക് കയറാൻ നോക്കും. അപ്പോൾ അങ്ങനെ കയറിയാലും പിന്നെ അതൊരു നഷ്ടമല്ല, ജോലി ചെയ്തത് കൊണ്ട് അങ്ങനെ ഏർണിങ്സ് ഉണ്ടാക്കി ആ ഒരു ഏർണിങ്സ് കൊണ്ട് വീണ്ടും ഇതുപോലെ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു കോഴ്സ് എടുത്ത് പഠിക്കാം. അങ്ങനെ ഓൺലൈനിൽ പഠിച്ചിട്ട് ഇവർ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കരിയറിൽ എത്തിച്ചേരാൻ പറ്റും. അതിപ്പോൾ ഗവൺമെൻറ് എക്സാം എഴുതാനായാലും വിദേശത്തേക്ക് പോകുന്ന കാര്യത്തിനായാലും മൈഗ്രേറ്റ് ചെയ്യാനും എല്ലാ കാര്യത്തിനും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പഠിപ്പ് ഇനി പോസിബിൾ അല്ല, പഠിക്കാൻ പറ്റില്ല, നമ്മൾ ഉദ്ദേശിച്ച കോഴ്സുകളൊന്നും പഠിക്കാൻ പറ്റില്ല, എൻ്റെ കാലം കഴിഞ്ഞല്ലോ, എൻ്റെ കോളേജ് ടൈം കഴിഞ്ഞല്ലോ, അങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ വളരെ പഴയ ചിന്താഗതിയാണ്. ഇപ്പോൾ ഒന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും പറ്റും. അത് മാത്രമല്ല, നമ്മുടെ കോവിഡൊക്കെ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഓൺലൈൻ തകർത്തിട്ടുണ്ട്. ഓൺലൈൻ എന്ന് പറഞ്ഞാലാണ് ഇനിയുള്ളത് എല്ലാം ഓൺലൈനാണ്. ഇപ്പോൾ കല്യാണം വരെ ഓൺലൈനിലാണ് നടക്കുന്നത്. ഓൾമോസ്റ്റ് കോവിഡ് കാലത്തിൽ എത്ര കല്യാണം നടന്നു? ഈ കല്യാണമാണ് മിക്ക യുവാക്കളും വീട്ടുകാരും പാരൻസും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രഷ്യസ് മൊമെന്റ് ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ഈ കല്യാണം എന്ന് പറഞ്ഞ ആ ഒരു മൊമെന്റ്, അല്ലെങ്കിൽ ആ ഒരു ഇവന്റ്, ആ ഒരു ചടങ്ങ്. സോ ഈ ചടങ്ങ് വരെ ഓൺലൈനിൽ നടന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള കൺട്രികൾ, മറ്റുള്ള കൺട്രീസിലും കമ്പനീസും എല്ലാവരും അപ്രൂവൽ ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള നമ്മുടെ കരിയറിനെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത്രയും ഓൺലൈനിൽ ഇത്രയും ഫെസിലിറ്റി നമുക്ക് കിട്ടും. അതും ഏറ്റവും റേറ്റ് വളരെ ചിലവ് ചുരുങ്ങിയിട്ട്, നോർമലി നമ്മൾ കോളേജിൽ പോയി പഠിക്കുന്നതിനേക്കാളും വളരെ ചിലവ് ചുരുങ്ങി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഫെസിലിറ്റി ഉള്ളത് ഒത്തിരി പേർക്ക് ഇപ്പോഴും അറിയില്ല. അറിയുന്നവർ സംശയിച്ച് നിൽക്കുകയാണ്. സോ ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇത് കേൾക്കുന്നത് മാതാപിതാക്കളാകാം, ഇനിയല്ല ഏതെങ്കിലും ഒരു ഹസ്ബൻഡ് ആകാം, അല്ലേ? അവരുടെ ഭാര്യ +2 കഴിഞ്ഞിട്ട് അവർ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയ്ക്ക് ഒരു പഠനം പറ്റിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഡിസിഷൻ എടുക്കാം. എൻ്റെ മകൻ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് പഠിച്ചില്ല, അല്ലെ എൻ്റെ മകൾ പഠിച്ചില്ല എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഡിസിഷൻ എടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടും, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ഭർത്താവിനോടും, നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനോടും, നിങ്ങൾക്ക് നിങ്ങളുടെ അനിയനോടും അനിയത്തിയോടും ചേച്ചിയോടും ചേട്ടനോടും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ചേട്ടാ, ചേച്ചി, അല്ലെ അങ്കിൾ, അല്ലെ ആൻറ്റി, അല്ലെ അച്ഛൻ, അമ്മ, എനിവൺ ക്യാൻ ഡൂ ദിസ്. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു കരിയർ വേണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ
ദെൻ ദിസ് ഈസ് ദ ടൈം, ഡു ഇറ്റ്. നിങ്ങൾക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളും സർക്കാർ ഒരുക്കി തരുന്നത് നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ രീതികൾ ഇച്ചിരി ബെറ്റർ ആക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഞാനും മിജോയും ഇത് സംസാരിക്കുന്നത് പോലും ഇത് യാദർച്ഛികമല്ല. ഇത് വളരെയധികം ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി പഠനം, കാരണം എഡ്യൂക്കേഷൻ ഈസ് ദ മെയിൻ തിങ്. ഇപ്പം നമ്മൾക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പലയിടത്തും നമ്മൾ മാറ്റിപ്പെട്ടേക്കാം അല്ലേ. നമുക്ക് നല്ലൊരു ജോലി കിട്ടത്തില്ല, നമുക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് നല്ലൊരു വിവാഹം പോലും കിട്ടാത്ത ഒരു സമയത്ത് ഇന്ന് നിങ്ങൾ മാറി നിൽക്കാതെ പഠിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഈ അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. ഓൺലൈൻ എഡ്യൂക്കേഷനും റെഗുലർ എഡ്യൂക്കേഷനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയട്ടെ. നിങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ തലയിലേക്ക് കൂടുതൽ നിങ്ങൾ കയറ്റുക, മനസ്സിലാക്കുക.